ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ 5th മൊഡ്യൂളിലെ ടോപ്പിക്സ് ആണ്. 5th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 4 ടോപ്പിക്സ് ആണ് വരുന്നത്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ്, ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജീസ്, റോൾ ഓഫ് ആൻ എൻവയോൺമെന്റൽ എഞ്ചിനീയർ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ. സോ 5th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് ഈ 4 ടോപ്പിക്സ് ആണ് വരുന്നത്. ഈ 4 ടോപ്പിക്സിൽ നിന്നും സെക്കൻഡ് ടോപ്പിക് ആയ ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജീസ് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജീസ് പഠിക്കാനായിട്ടുണ്ട്. ഓവർലേസ്, ചെക്ക് ലിസ്റ്റ്, മെട്രിസസ്, നെറ്റ്വർക്ക് മെത്തേഡ്. നെറ്റ്വർക്ക് മെത്തേഡിലെ 2 മെത്തേഡ്സ് ആണ് fault-free analysis and event-free analysis. So ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. So first, impact assessment methodologies. ആദ്യം എന്താണ് impact assessment methodologies എന്ന് നോക്കാം. To predict and assess the impact of development projects. Impact assessment methodologies എന്ന് പറയുന്നത് പുതിയ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് predict ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. Impact assessment is a means of measuring the effectiveness of organizational activities and judging the significance of changes brought about by those activities. So impact assessment എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മുടെ എൻവയോൺമെന്റിന് എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള ഒരു മീൻസ് ആണ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പാക്ട് അസസ്മെന്റ് മെയിൻ ആയിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ആണോ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി നമ്മുടെ എൻവയോൺമെന്റിൽ നെഗറ്റീവ് ഇമ്പാക്ട് ആണോ ബെനിഫിഷ്യൽ ഇമ്പാക്ട് ആണോ കോസ് ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യുന്ന ഒരു മീൻസിനെയാണ് നമ്മൾ ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജീസ് എന്ന് പറയുന്നത്. സോ ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജിയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇമ്പാക്ട് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് നോക്കാം. The impact of an activity is a deviation from the existing baseline condition of the environment caused by that particular activity. So ഒരു ആക്ടിവിറ്റിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ നിന്നും ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി വരുന്നത് വഴി എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഇമ്പാക്ട് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബേസ് ലൈൻ ഡേറ്റ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെയാണ് ബേസ് ലൈൻ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ബേസ് ലൈൻ ഡേറ്റയിൽ നിന്നുള്ള ഡീവിയേഷനെയാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇമ്പാക്ട് ഓഫ് ആക്ടിവിറ്റി തന്നെ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്, ക്യുമുലേറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. സോ ഡയറക്റ്റ് ഇമ്പാക്ട് occur through direct interaction of an activity on the physical or biological or social or cultural or economic components. അപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി കാരണം നമ്മുടെ എൻവയോൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണ്, എൻവയോൺമെന്റൽ ബേസ് ലൈൻ ഡേറ്റാസിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയും. So direct impact occur through direct interaction of an activity on the physical environment. അപ്പോൾ ഒരു ആക്ടിവിറ്റി നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ excessive noise leads to hearing loss. Disposal of untreated wastewater onto a nearby water body leads to reduction in the dissolved oxygen content in water. ഇപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്റ്റിന് എക്സാമ്പിൾ ആണ് നമ്മൾ എക്സസീവ് നോയ്സുമായിട്ട് കുറച്ചധികം സമയം എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് നിയർ ബൈ വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യുമ്പോൾ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റഡ് ആകുന്നുണ്ട്. അതുവഴി വാട്ടർ ബോഡീസിലെ ഡിസോൾവ് ഓക്സിജന്റെ ലെവൽ കുറയുന്നുണ്ട്. ഇറ്റ് അഫക്ട്സ് ദി അക്വാറ്റിക് animals. So direct impact ന്റെ examples ആണ് ഇപ്പോൾ പറഞ്ഞത്. Then next comes indirect impact. Indirect
impact occurs through indirect interaction of an activity on the physical, biological or social or cultural or economic components. അപ്പോൾ ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടൻ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യില്ല, പക്ഷെ ഇൻഡയറക്ട്ലി നമ്മുടെ എൻവയോൺമെന്റിനെ ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ഇമ്പാക്ടിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പ്രൈമറി പൊല്യൂട്ടൻസ് കമ്പൈൻ ചെയ്ത് ഹാർംഫുൾ ആയിട്ടുള്ള സെക്കൻഡറി പൊല്യൂട്ടൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇമ്പാക്ടിന് എക്സാമ്പിൾ ആണ്. Then next is cumulative impact. Cumulative impacts result from incremental changes caused by past, present or reasonably foreseeable actions with cumulative effects on the physical or biological or social or cultural or economic components. അപ്പോൾ cumulative impacts എന്ന് പറയുന്നത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഇമ്പാക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് പെർട്ടിക്കുലർ പൊല്യൂട്ടൻസ് ക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി അത് അഡ്വേഴ്സ് ഇമ്പാക്ട് കോസ് ചെയ്യുന്നതിനെയാണ് ക്യുമുലേറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ബയോ മാഗ്നിഫിക്കേഷൻ. അതായത് നമ്മുടെ ഫുഡ് ചെയിനിലെ വേരിയസ് കമ്പോണൻസിൽ പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് ഫൈനലി അത് ബയോ മാഗ്നിഫിക്കേഷൻ കോസ് ചെയ്യുന്നു. സോ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഇമ്പാക്ട്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. So these are the three types of impacts: direct impact, indirect impact and cumulative impact. The next, adverse impact and beneficial impacts. So impact of an activity ne nammal adverse impact um beneficial impact ആയിട്ട് classify ചെയ്തിട്ടുണ്ട്. Adverse impacts refer to those which are having harmful effects on the environment. അപ്പോൾ adverse impact എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിനെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്മുടെ എൻവയോൺമെന്റിനെ ഹാം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അഡ്വേഴ്സ് ഇമ്പാക്ട് എന്ന് പറയും. അപ്പോൾ അഡ്വേഴ്സ് ഇമ്പാക്റ്റിന് എക്സാമ്പിൾ ആണ് അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ നമ്മുടെ നിയർ ബൈ വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യുന്നത്. ദെൻ ബെനിഫിഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്ട്സിനെയാണ് ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. Beneficial impacts refer to the improvement in the overall economic development of the locality. Beneficial impact എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു ലൊക്കാലിറ്റിയിൽ വരുമ്പോൾ ആ ലൊക്കാലിറ്റിയിലെ ഓവറോൾ ഡെവലപ്മെന്റിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കാരണമാകുകയാണെങ്കിൽ ബെനിഫിഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നു. അപ്പൊ അഡ്വേഴ്സ് ഇമ്പാക്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും ബെനിഫിഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമ്പാക്ട്സിനെയും ആണ്. ഓക്കെ, സോ ബെനിഫിഷ്യൽ ഇമ്പാക്ടിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു ലൊക്കാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റി നിയർ ബൈ താമസിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ അതൊരു ബെനിഫിഷ്യൽ ഇമ്പാക്ട് ആണ്. സോ ഇതാണ് അഡ്വേഴ്സ് ഇമ്പാക്ട് ആൻഡ് ബെനിഫിഷ്യൽ ഇമ്പാക്ട്. സോ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്മുടെ എൻവയോൺമെന്റിനെ എന്തുമാത്രം അഫക്ട് ചെയ്യുന്നു എന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് വേരിയസ് മെത്തഡോളജീസ് ഉണ്ട്. സോ നമ്മൾ 5 മെത്തഡോളജീസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജീസിലെ 5 മെത്തേഡ്സിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവർലേസ് മെത്തേഡ് ആണ്. സെക്കൻഡ് ചെക്ക്ലിസ്റ്റ് മെത്തേഡ്, തേർഡ് മെട്രിക്സ് മെത്തേഡ്, ദെൻ ഫോർത്ത് മെത്തേഡ് നെറ്റ്വർക്ക് മെത്തേഡ് ആണ്. നെറ്റ്വർക്ക് മെത്തേഡിനെ അഗൈൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫോൾട്രി അനാലിസിസ് ആൻഡ് ഇവന്ററി അനാലിസിസ്. So faulty analysis and inventory analysis എന്ന് പറയുന്നത് network method of impact assessment. So ഇനി നമുക്ക് ഓരോ methodology detailed ആയിട്ട് നോക്കാം. So impact assessment methodology യിലെ first method is overlays method. Overlay approach to impact assessment involves the uses of a series of transparencies to identify, predict, assign relative significance to and communicate impacts in a geographical reference frame larger in scale than a localized action would require. So overlay method എന്ന് പറയുന്നത് ഒരു particular project ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ എൻവയോൺമെന്റിൽ എന്തൊക്കെ അഡ്വേഴ്സ് ആൻഡ് ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ് ഉണ്ടാകുന്നു എന്നുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഓവർലേ മെത്തേഡ് അല്ലെങ്കിൽ ഓവർലേ അപ്രോച്ച് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ വേരിയസ് പാരാമീറ്റേഴ്സ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ മെയിൻ ആയിട്ട് ഓവർലേ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് യൂസിങ് എ ബേസ് മാപ്പ് ഓഫ് ദി പ്രോജക്ട് ഏരിയ and overlying on this map different impact characteristics of the proposed project for the same area. So overlay method ൽ നമുക്ക് നമ്മുടെ ഏത് ലൊക്കാലിറ്റിയിലാണോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ ലൊക്കാലിറ്റിയുടെ ഒരു ബേസ് മാപ്പ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഡിഫറെന്റ് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റിയുടെ ഡിഫറെന്റ് ഇമ്പാക്ട്സിനെ സ്റ്റഡി ചെയ്തിട്ടുള്ള മാപ്സും ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ബേസ് മാപ്പിന്റെ മേളിൽ ഈ ഇമ്പാക്ട് സ്റ്റഡി മാപ്സ് ലേ ചെയ്ത് നമ്മൾ ആ പെർട്ടിക്കുലർ റീജിയനിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഉണ്ടായി കഴിയുമ്പോൾ എന്തോരം ചേഞ്ച് വരുന്നു എന്ന് അസസ് ചെയ്യും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യും. സോ ഒരു റിലേറ്റീവ് സ്റ്റഡിയാണ് ഓവർലേ മെത്തേഡ് എന്ന് പറയുന്നത്. ഓൾറെഡി ബേസ് ലൈൻ ഡേറ്റാസും നമ്മുടെ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റിയുടെ ഇമ്പാക്റ്റും കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡീനെയാണ് ഓവർലേ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഓവർലേ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ബേസ് ലൈൻ ഡേറ്റ വെച്ചിട്ടുള്ള ഗ്രാഫ് ഉണ്ടായിരിക്കും, അതിന് മുകളിലായിരിക്കും നമ്മൾ ഇമ്പാക്ട് കൺസിഡർ ചെയ്തിട്ടുള്ള മാപ്പ് ഓവർലേ ചെയ്യുന്നത്. സോ ഇതുവഴി നമുക്ക് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ അഡ്വേഴ്സ് ആൻഡ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഈസിലി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് ഇറ്റ് ഈസ് എ ഗുഡ് ഡിസ്പ്ലേ മെത്തേഡ്. ഇത് വളരെ നല്ല മാപ്സ് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ മെത്തേഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് ഗുഡ് ഫോർ സൈറ്റ് സെലക്ഷൻ സെറ്റിംഗ്. ഓൾസോ നമ്മൾ മാപ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നത് കാരണം തന്നെ ആ ഒരു പെർട്ടിക്കുലർ സൈറ്റ് സെലക്ഷൻ വളരെ ഈസി ആയിരിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അഡ്രസ് ഓൺലി ഡയറക്റ്റ് ഇമ്പാക്ട്സ്. ഡയറക്റ്റ് ഇമ്പാക്ട്സ് മാത്രമേ നമുക്ക് ഇവിടെ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സോ ക്യുമുലേറ്റീവ് ഇമ്പാക്ട്സോ ഇവിടെ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഓൾസോ ഡു നോട്ട് അഡ്രസ് ഇമ്പാക്ട് ഡ്യൂറേഷൻ ഓർ പ്രോബബിലിറ്റി. ഓൾസോ ഇമ്പാക്റ്റിന്റെ ഒരു പെർട്ടിക്കുലർ ഇമ്പാക്റ്റിന്റെ ഡ്യൂറേഷൻ എത്രയെന്നോ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണെന്നോ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ബേസ് ലൈൻ ഡേറ്റാസിൽ നിന്നുള്ള ഡീവിയേഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഡയറക്റ്റ് ഇമ്പാക്ട്സിന്റെ സ്റ്റഡി മാത്രമേ ഓവർലേ മെത്തേഡിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഓവർലേ മെത്തേഡ്സിൽ അറിയേണ്ടത്. സോ ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജിയിലെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് ആണ്. Checklists are the simplest method or systematizing scoping of the likely effects of a proposed policy. They help point out areas that require a more detailed assessment. In some cases, checklists also represent the impact analysis itself. It can also be used for a comparison of policy options. So checklist method എന്ന് പറയുന്നത് നമ്മൾ കുറേ environmental factorsനെ consider ചെയ്ത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഒരു പെർട്ടിക്കുലർ റീജിയനിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ അഡ്വേഴ്സ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ് കോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സ്റ്റഡിനെയാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ചെക്ക് ലിസ്റ്റ് ഇസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പൊട്ടൻഷ്യലി അഫക്റ്റഡ് ബൈ ദി പ്രോജക്ട്. സോ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് കോസ് ചെയ്യുന്നു എന്ന് ഫസ്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ചെക്ക് ലിസ്റ്റ് മെത്തേഡിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാണ്. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആ ആക്ടിവിറ്റി ഏതൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ആയിരിക്കും കോസ് ചെയ്യുന്നത്, ആ എൻവയോൺമെന്റൽ ഇമ്പാക്ട് പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഓരോ പാരാമീറ്റേഴ്സും എന്തൊക്കെ അഡ്വേഴ്സ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇഫക്ട്സ് ആണ് കോസ് ചെയ്യുന്നതെന്ന് നമുക്ക് മാർക്ക് ചെയ്യുന്നത് വഴി കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലാൻഡ് യൂസ് എന്ന പാരാമീറ്റർ ആണ്. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാൻഡ് യൂസിലെ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ സ്പേസ് കൺസിഡർ ചെയ്യാം. ഓപ്പൺ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ ഫേസിലാണെങ്കിൽ ഈ ഓപ്പൺ സ്പേസ് അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. വേറെ ഓപ്പറേഷൻ ഫേസിലും ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിരിക്കും കോസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യാം. സോ അതിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെയും നമ്മൾ ആദ്യമേ തന്നെ
ലിസ്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള സ്റ്റഡിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. The next impact assessment methodology is matrix method. This method is commonly used in EIA. EIA analysis commonly use ചെയ്യുന്ന method ആണ് matrix method എന്ന് പറയുന്നത്. Checklist method ന്റെ തന്നെ ഒരു improved version ആണ് നമ്മൾ matrix method എന്ന് പറയുന്നത്. It is used to identify the potential impact of a project on the environment. So ഒരു particular project start ചെയ്യുമ്പോൾ എന്തോരം environmental impact ആണ് cause ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇന്ററാക്റ്റീവ് മെട്രിക്സ് ഫോം ചെയ്യുകയാണ്. ആസ് യു ക്യാൻ സീ, methodology provides a framework of interaction of different activities of a project with potential environmental impacts caused by them. A simple interaction matrix is formed when project actions are listed on one axis and environmental impacts are listed along the other axis. So ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു മെട്രിക്സ് ഫോം ചെയ്യാണ്. ആസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ അവിടെ ഒരു ഡയറക്ഷനിൽ നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു, മറ്റ് ആക്സിസിൽ പ്രോജക്ട് ആക്ടിവിറ്റീസ് കാണിക്കുന്നു. സോ ഇതുവഴി ഓരോ പ്രോജക്ട് ആക്ടിവിറ്റീസും ഏതൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആണ് കോസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് പാരാമീറ്റേഴ്സും കാണിക്കും, മറ്റു ഡയറക്ഷനിൽ ഡിഫറെന്റ് പ്രോജക്ട് ആക്ടിവിറ്റീസും കാണിക്കും. ഓക്കെ. സോ അതിനൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് പ്രോജക്ട് ആക്ടിവിറ്റീസും ആ ഡിഫറെന്റ് പ്രോജക്ട് ആക്ടിവിറ്റീസ് എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നു എന്ന് മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മെട്രിക്സ് മെത്തേഡിൽ ഒരു സിംപ്ലസ്റ്റ് ഫോം ആണ്, ചെക്ക് ലിസ്റ്റ് മെത്തേഡിന്റെ അഡ്വാൻസ്ഡ് ഫോം ആണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു മെട്രിക്സ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് പാരാമീറ്റേഴ്സിനെ മെട്രിക്സിന്റെ ഒരു ഡയറക്ഷനിലും പ്രോജക്ട് ആക്ടിവിറ്റീസിനെ മറ്റ് ഡയറക്ഷനിലും കാണിക്കുന്നു. സോ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് പാരാമീറ്റേഴ്സും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പ്രോജക്ട് ആക്ടിവിറ്റീസും ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. സോ ഓരോ പ്രോജക്ട് ആക്ടിവിറ്റീസും എന്തോരം എൻവയോൺമെന്റൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നു എന്ന് ഈ മെട്രിക്സ് ഫോമിൽ നിന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ദിസ് ഇസ് മെട്രിക്സ് മെത്തേഡ്. സോ നെക്സ്റ്റ് ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മെത്തേഡ് ആണ്. നെറ്റ്വർക്ക് മെത്തേഡിൽ തന്നെ ഫോൾട്രി അനാലിസിസും ഉണ്ട്, ഇവന്ററി അനാലിസിസും ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഇവന്ററി അനാലിസിസ് ആണ് നോക്കുന്നത്. ഇവന്ററി അനാലിസിസ് ഇസ് എ ഫോർവേഡ് top down logical modeling technique for both success and failure that explores responses through a single initiating event and lays a path for accessing probabilities of outcomes and overall system analysis. So inventory analysis എന്ന് പറയുന്നത് ഫോർവേഡ് മെത്തേഡ് ആണ്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആ പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റി എന്തോരം എൻവയോൺമെന്റൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നു എന്നുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർവേഡ് മെത്തേഡ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു, ആ പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റി കാരണം എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നു എന്നുള്ള ഫോർവേഡ് സ്റ്റഡീനെയാണ് നമ്മൾ ഇവന്ററി അനാലിസിസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പ്രോജക്റ്റിന്റെ ഇനിഷ്യൽ സ്റ്റേജും അതിന്റെ വേരിയസ് സ്റ്റേജസും ആണ്. ഈ ഓരോ പ്രോജക്റ്റിന്റെ സ്റ്റേജസിലും എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നു എന്നുള്ള സ്റ്റഡിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവന്ററി അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ, അതായത് സക്സസ് ടു ഫെയിലിയർ വരെയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഇവന്ററി അനാലിസിസ് എന്ന് പറയുന്നത്. Then ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഫോൾട്രി അനാലിസിസ് എന്ന് പറയുന്നത്. ഇവന്ററി അനാലിസിസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. So faulty analysis is a deductive approach for resolving an undesired event back to its causes. It can be effectively applied to risk assessment and accident incident analysis. A logic diagram is constructed using logic symbols to depict the relations between
these events and causes. So fault-free analysis എന്ന് പറയുന്നത് event-free analysis just opposite ആണ്. fault-free analysis ൽ നമ്മൾ ആദ്യം എന്തൊക്കെ possible ആയിട്ടുള്ള impact ആണെന്ന് study ചെയ്യും. ഒരു particular activity start ചെയ്യുമ്പോൾ ആ particular activity കാരണം ഉണ്ടാകുന്ന impacts ഏതൊക്കെയാണെന്ന് identify ചെയ്യും. ആ impacts ൽ നിന്നുമാണ് നമ്മൾ തിരിച്ച് അത് impacts ഉണ്ടാകാനുള്ള causes ഏതൊക്കെയാണെന്ന് identify ചെയ്യും. Okay. അപ്പോൾ event-free analysis ലാണെങ്കിൽ ഒരു particular project activity start ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന environmental impacts study ചെയ്യുന്നു. fault-free analysis ൽ ഏതൊക്കെയാണ് environmental impacts എന്ന് identify ചെയ്ത് കഴിഞ്ഞ് ആ environmental impacts നെ rectify ചെയ്യാനുള്ള measures consider ചെയ്യും. So അതാണ് fault-free analysis എന്ന് പറയുന്നത്. event-free analysis ന്റെ just opposite. So fault-free analysis always starts from a failure event. failure event ൽ നിന്നുമാണ് fault-free analysis start ചെയ്യുന്നത്. Then backward move ചെയ്യാണ്. event-free analysis forward movement ആയിരുന്നു. fault-free analysis backward movement. Okay. അപ്പോൾ ഇതാണ് network method for impact assessment. impact assessment ന്റെ network method ൽ first method event-free method, second fault-free method. event-free method ൽ forward method ആണ് നമ്മൾ follow ചെയ്യുന്നത്. അതായത് ഒരു event start ചെയ്ത് കഴിയുമ്പോൾ ആ event start ചെയ്യുന്നത് വഴി possible ആയിട്ടുള്ള environmental impact study ചെയ്യുന്നു. whereas in fault-free analysis എന്തൊക്കെയാണ് impacts എന്ന് identify ചെയ്യുന്നു. impacts ൽ നിന്നും അതിന്റെ causes identify ചെയ്യുന്നു. Okay. just backward method ആണ് fault-free analysis. Okay. So these are the 5 methods of impact assessment. impact assessment ലെ 5 methods ആണ് നമ്മൾ ഇന്ന് discuss ചെയ്തത്. ഇനി extra ഒരു method കൂടെ ഉണ്ട്. ആ method നമ്മൾ next class ൽ discuss ചെയ്യും. Okay. So ഇന്ന് നമ്മൾ discuss ചെയ്ത impact of an activity, then various impact assessment methodologies, ഈ രണ്ട് topics നിങ്ങൾക്ക് clear ആയി എന്ന് വിശ്വസിക്കുന്നു. Thank you.